ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാ ബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. അഭ്യാസയോഗയുക്തേന ചേതസാ ന അന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. മലയാളം: മറ്റൊന്നും ഗണിയാതെ താൻ മനസ്സഭ്യാസമൊന്നിനാൽ പരംപുരുഷമോരുന്നു പരമാം ദിവ്യമാം പദം. പാർത്ഥ, അഭ്യാസയോഗയുക്തേന, നിരന്തരമായ പരിശീലനത്തിൻ്റെ ഫലമായി, ന അന്യഗാമിന ചേതസ, ഏകാഗ്രമായിട്ട് അന്യവിഷയങ്ങളിലേക്ക് പോകാത്ത മനസ്സുകൊണ്ട്, അന്യവിഷയങ്ങളിലേക്കൊന്നും വ്യതിചലിക്കാതെ മനസ്സുകൊണ്ട് അനുചിന്തയൻ, ധ്യാനിച്ച് ദിവ്യം പരമം പുരുഷം യാതി, പ്രകാശരൂപനായ പരമപുരുഷനെ പ്രാപിക്കുന്നു. നേരത്തെ പറഞ്ഞു, മാം അനുസ്മര യുദ്ധ്യജാന്ന്, എന്നെ അനുസ്മരിച്ച് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം. അപ്പം നിൻ്റെ കർമ്മം ഇവിടെ യുദ്ധമാണ്, അതും നീ ചെയ്തോളൂന്ന്. ഇവിടെ അത് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ആ സിദ്ധാന്തം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മരണം, അർജുന, നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് നിനക്കിത് സാധിക്കുള്ളൂ, യാതൊരു സംശയവുമില്ല. അപ്പം മരണം എന്ന് പറഞ്ഞാൽ ശരീരനാശമാണ്. ശരീരത്തിൻ്റെ മാത്രം നാശമല്ല, അഹന്തയുടെയും കൂടെ നാശമാണ്. ഒരു ധ്യാനാഭ്യാസം വഴി ഒരു സാധകൻ ആത്മതത്വത്തെ നേടുന്നു. അപ്പം ദേഹം എന്നുള്ള അഭിമാനം ഇല്ലാതാവുന്നു. അങ്ങനെ ഞാനല്ല, ഈ ദേഹം ഞാനല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അഹന്തയ്ക്ക് മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഹന്ത നശിച്ചവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീവൻ മുക്തർ. ആത്മജ്ഞാനത്തോടെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് ജീവൻ മുക്തർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ലോകത്തിലേക്ക് അവർ ജീവിക്കുന്നുണ്ടെങ്കിലും അത് അവരൊരു വിനോദസഞ്ചാരത്തിന് വരുന്ന പോലെ താൽക്കാലികമായിട്ടുള്ളൊരു താവളം മാത്രമാണ്. സ്വന്തം ഗൃഹത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ അവരതെല്ലാം ഒരു തമാശയായിട്ടാണ് കാണുന്നത്, ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അവർ എടുക്കില്ല. അപ്പോൾ കർമ്മം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് തൻ്റെ പ്രവൃത്തി രംഗത്ത് പോലും ഭഗവാനെ സ്മരിക്കാം, സന്യാസഭാവം കൈവരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മളെപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഭഗവാൻ മാത്രമാണെന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉണ്ടാവുന്ന ചിലരുടെ സംശയവും നമ്മൾ ദൂരീകരിച്ചു. അതായത്, എനിക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും കനത്ത ദുഃഖം മാത്രമാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു അനുഗ്രഹമായിട്ടാണ് എടുക്കേണ്ടത്. എന്താണ് ഭഗവാൻ നമ്മളോട് പറയുകയാണ്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കും ചിലപ്പോൾ ദുഃഖമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. അയ്യോ, അവനിങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ബന്ധുക്കൾ, ഞാൻ ഇത്രയും കാലം വിശ്വസിച്ച ഒരാളാണ്, എന്നിട്ട് പോലും എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കിങ്ങനത്തെ ഒരു അനുഭവം എന്തേ ദൈവമേ വരാൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ തരുന്നത് എന്താണ്? ഒരു ഉപദേശമാണ്. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കരുത്, അമിതമായിട്ട് സ്നേഹിക്കരുത്. എല്ലാം ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ എല്ലാം ഇത്രയേ ഉള്ളൂ, ഇതൊന്നും ഒന്നുമല്ല. നിങ്ങൾക്ക് ആരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ? എന്നെ മാത്രം, ഭഗവാനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മറ്റാരോടും നിങ്ങൾ എന്ത് ചെയ്താലും എവിടെ നിന്നാണ് ചതി നമ്മൾക്ക് വരിക എന്നുള്ളത് തന്നെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മറ്റുള്ളവർ ഏറ്റവും ചില സീക്രട്ടുകൾ അങ്ങനെയല്ലേ, നമ്മളൊരാളോട് പറയും, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉറ്റമിത്രത്തോട് പറയും. ആ മിത്രത്തിന് അത് അല്ലെങ്കിൽ ആ സുഹൃത്തിന് അത് മനസ്സിൽ കുറേ കാലം വയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഈ ചിന്തയാണ്, അവൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല, അതുകൊണ്ട് അടുത്ത ആളോട് പറയുന്നു, അവിടെ നിന്ന് വേറൊരാളോട് പറയുന്നു. അങ്ങനെ അവസാനം ആരിൽ നിന്നാണ് ഇത് തുടങ്ങിയത്? കുരുക്ക് ആർക്കാണ് വരുന്നത്? നമുക്ക് തന്നെ വരുന്നു. അപ്പോൾ എന്തിനാണ് അതിന് നിൽക്കുന്നത്? അതിന് നിൽക്കേണ്ട നമുക്ക് ആവശ്യമേ ഇല്ല.
എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് ആരുണ്ട്? എപ്പോഴും നമ്മുടെ ഭഗവാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഭഗവാനോട് മാത്രം പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ അഭ്യാസയോഗയുക്തേന എന്നാണ് പറഞ്ഞത്. നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ നമുക്ക് ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അന്യവിഷയങ്ങളിലേക്ക് മനസ്സിങ്ങനെ ഓടി ഓടി പോവുകയാണ്. ഭഗവാൻ കഴിയുന്നതും നമ്മളെ ഇങ്ങനെ നേർവഴിക്ക് നയിക്കാൻ നോക്കിയാൽ പോലും ചില ആൾക്കാരല്ലേ, ചിലർക്ക് അത് സാധിക്കില്ല. മനസ്സിങ്ങനെ വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വ്യതിചലിക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാതെ എന്നെ മാത്രം ധ്യാനിച്ച് അതിനാണ് നമ്മൾ ഈ വിഗ്രഹ ആരാധന അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതും ഭഗവാനെ പറ്റി സ്മരിക്കുന്നതും എപ്പോഴും നാമങ്ങൾ ചൊല്ലുന്നതും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു മന്ത്രമാണ് അല്ലേ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്ര മതി, ധാരാളമാണ്. ഇത് മാത്രം, ഇതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത്രയും നമുക്ക് അങ്ങനെ നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ എന്തിനാണ് ടീച്ചേഴ്സ് ഇമ്പോസിഷൻ കൊടുക്കുന്നത്? അവർ വീണ്ടും 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 അത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മൾ ഏത് നാമാണെങ്കിലും ഏത് ശ്ലോകമാണെങ്കിലും എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്ന് ബൈഹാർട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇങ്ങനെ അന്യചിന്തയിൽ ഉണ്ടാവുന്നില്ല. കാരണം ഞാനെപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഭഗവാനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അതിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങളാണ് ഈ അമ്പലത്തിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഈ പ്രഭാഷണങ്ങളും പാരായണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതും അത് ശ്രദ്ധയോടെ കേൾക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും കൂടെ വേണം. വെറുതെ അവിടെ ചെന്നിരുന്ന് സപ്താഹമുണ്ട് 7 ദിവസം ഞാൻ ചെന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് കേൾക്കാൻ പോവും. അവിടെ ചെന്നിരുന്ന് ഉറങ്ങും കുറേ നേരം. പിന്നെ 3 നേരം ഭക്ഷണവും കിട്ടുന്നുണ്ട്, നേരോ 3 നേരം അതും കഴിക്കുക, അങ്ങോട്ട് പോരുക. അതല്ല സപ്താഹം എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണോ പറയുന്നത് ആചാര്യൻ അത് നമ്മൾ ഉൾക്കൊള്ളും കൂടെ വേണം നമ്മുടെ പ്രവൃത്തിയിൽ. അടുത്ത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത്രയും കാലത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ഞാൻ ഇനി മുതൽ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ, നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് തീരുമാനം എടുക്കുമല്ലേ. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയപടിയാവും. അതാണ് നമ്മളുടെ മനസ്സെപ്പോഴും ചഞ്ചലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമജപങ്ങൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ പരമപുരുഷനെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്മരിക്കണം എന്ന് നമ്മൾ ഇതിനു മുന്നത്തെ ശ്ലോകങ്ങളിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യകാലത്ത് നമ്മുടെ മരണസമയത്ത് നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ അടുത്ത ജന്മം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്നും നമ്മൾ ഭഗവത് സ്മരണയോടുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല യോനിയിൽ തന്നെ പറക്കുകയും ചെയ്യും അടുത്ത ജന്മത്തിൽ. അതുകൊണ്ട് എല്ലാ കാലത്തും മരണസമയത്ത് നമുക്ക് മറ്റ് ദുഷ്ചിന്തകളൊന്നും വരാതെ നല്ല ചിന്തകൾ മാത്രം വരാനായിട്ടും സാധിക്കും. അതിനുപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ യോജിക്കുന്നതാണ് നമ്മുടെ നാമങ്ങൾ. നമ്മൾക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്ന് തീവ്രമായിട്ടുള്ള ഒരു അഭിലാഷമുണ്ടെങ്കിൽ നമ്മൾ അതായി തീരും. അപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെ ചപലമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെ കൊണ്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണല്ലേ. അതിനെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ബലപ്രയോഗമൊക്കെ വേണ്ടി വരും. ഒരു പുഴുവിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ, ഒരു ശലഭം ഉണ്ടാവുന്ന പോലെ ആ പുഴുവിൻ്റെ ഒരു ആഗ്രഹമാണ് പറക്കണം എന്നുള്ളത്. അപ്പോൾ ആ ജന്മത്തിൽ തന്നെ അത് കുറച്ച് ദിവസം പ്യൂപ്പദശയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശലഭമായിട്ട് പറക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മൾ ആരെപ്പറ്റി? ഭഗവാനെപ്പറ്റി, സാക്ഷാൽ കൃഷ്ണനെപ്പറ്റി. സാക്ഷാൽ ശ്രീകൃഷ്ണൻ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെ വേണമെന്നില്ല, ഏത് രൂപമാവാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രൂപത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ ആയിത്തീരാം, അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കാം എന്നതാണ് ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളോട് പറയുന്ന പോലെ തന്നെ പഠിച്ച് ബൈഹാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. നമുക്ക് എനിക്ക് ആ ഉത്തരം എഴുതാൻ കിട്ടുമോ എന്നുള്ള സംശയമില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ധ്യാനിച്ച് മറ്റു വിഷയങ്ങളെപ്പറ്റി തീരെ ചിന്തിക്കാതെ എന്നെപ്പറ്റി മാത്രം ചിന്തിക്കൂ. അനുചിന്തയൻ, ധ്യാനയോഗിയാണ് വിശേഷിപ്പിക്കുന്നത്. അനുചിന്തയൻ അതായത് ധ്യാനിച്ച് എപ്പോഴും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്.
ഒരു നിശ്ചിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുകയാണ്. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് എപ്പോഴും ഇടതടവില്ലാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവൻ, അതാണ് അനുചിന്ത എന്ന് പറഞ്ഞത്. അതെന്താണ്? നിരന്തരം ധ്യാനിക്കപ്പെടേണ്ട പരമപുരുഷൻ്റെ സ്വരൂപം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്, 9ാമത്തെ ശ്ലോകത്തിൽ. അത് നമ്മൾ അടുത്ത ദിവസം വായിക്കും. 8ാമത്തെ ശ്ലോകം മാത്രമേ വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.